നല്ലൊരു എന്റർടൈനിങ് വാച്ച് തന്നെയായിരുന്നു സൂപ്പർമാൻ. ആൻഡ് മോർ ദാൻ എ മൂവി, ശരിക്കും പറഞ്ഞ ഒരുപാട് നല്ല മെസ്സേജസ് ഈ സിനിമയിലൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡി സിയുടെ ഇപ്പോൾ ജെയിംസ് ഗണ്ണ് വന്നതിന് ശേഷമുള്ള സീരീസും അല്ലെങ്കിൽ മൂവീസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിലുള്ളൊരു ആനിമേറ്റഡ് സീരീസ് ആണ് മൈ അഡ്വഞ്ചേഴ്സ് വിത്ത് സൂപ്പർമാൻ. ആൻഡ് അതിൽ എങ്ങനെയാണോ സൂപ്പർമാനെ പോർട്രേ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോഴും ചെയ്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം വൾണറബിൾ ആയിട്ടുള്ള താൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതിലത്തെ ഓരോ മിസ്റ്റേക്സിൽ നിന്നും പല മെസ്സേജസ് അല്ലെങ്കിൽ പല പാഠങ്ങളും പഠിക്കുന്ന ഒരു സൂപ്പർമാനെ ആയിരുന്നു ആ ഒരു സീരീസിൽ കാണാൻ സാധിച്ചത്. കാരണം നമ്മളിപ്പോൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഗോഡ് ലൈക്ക് ഫിഗർ ആയിട്ടല്ല, ശരിക്കും ഒരു ഡൗൺ ടു എർത്ത് അല്ലെങ്കിൽ ഒരു ആസ് എ ഹ്യൂമൻ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് അതിൽ സൂപ്പർമാനെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ അത്യാവശ്യം ഫൺ ആൻഡ് എന്റർടൈനിങ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ആ ഒരു സീരീസിലും അതിന്റെ സ്റ്റോറി ലൈൻ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് മൂവിയിലേക്ക് വരുമ്പോൾ ആ ഒരു സീരീസിന് എങ്ങനെയാണോ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലുള്ളൊരു ഫീൽ തന്നെയാണ് സിനിമയിലും അവർ ഓഫർ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ജെയിംസ് ഗൺ മൂവീസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഓവറോൾ ആ ഒരു മൂവിയുടെ ഒരു കളർ ടോൺ ആയാലും ആ ഒരു സ്റ്റോറി പാറ്റേൺ ആയാലും ശരി, നമ്മൾ അത്യാവശ്യം പിടിച്ചിരുത്തുന്ന രീതിയിലായിരിക്കും. ആൻഡ് ഇതിലും അതെ, അത്യാവശ്യം നല്ല പോലെ തന്നെ നല്ലൊരു മൂവി തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണത്. ഡേവിഡ് കോറൻസ്വെറ്റിന്റെ സൂപ്പർമാൻ ആയിട്ടുള്ള പോർട്രേൽ കിഡിലനായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചില സീക്വൻസിലൊക്കെ ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കുക എന്ന് തന്നെ തോന്നിയിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടർ കടന്നു പോകുന്ന സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോയുടെ ഒരു ഇമോഷണൽ സൈഡ് കൂടി ഇതിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ആ ലൂയിസ് ലൈൻ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ സീക്വൻസ് ഉണ്ട് ആ ട്രെയിലറിലൊക്കെ, അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈവൻ ആ ഒരു വോയിസ് മോഡുലേഷൻ ക്ലാർക്ക് കെന്റിൽ നിന്നും സൂപ്പർമാനിലേക്കുള്ള ആ ഒരു വോയിസ് മോഡുലേഷൻ ഒക്കെ നൈസ് ആയിട്ട് തന്നെ ചെയ്തിരുന്നു. എൻ്റെ ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന ഒരുപാട് ഇമോഷണൽ സ്ട്രഗിൾസ് ഉണ്ട് ഇതില്. കാരണം താൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അവസാനം തനിക്ക് തന്നെ പാരയായി മാറുന്ന ചില സീക്വൻസുകൾ ഈ സിനിമയിൽ പല സീനിലും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന ഒരു വിഷമം എന്താണ് അത് കാണുന്ന ഓഡിയൻസിനും അറിയുന്ന രീതിയിൽ തന്നെയാണ് അവർ പോർട്രേ ചെയ്തിട്ടുള്ളത്. തന്നെ നിക്കോളാസ് ഹോൾട്ടിന്റെ ആ ഒരു ലെക്സ് ലൂതർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റ് മീറ്റർ പിടിച്ചിട്ട് തന്നെയായിരുന്നു ആ റോള് ചെയ്തിട്ടുള്ളത്. ചില സീനുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആനിമേറ്റഡ് സീരീസ് ആയിട്ടുള്ള സൂപ്പർമാനിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഫീൽ തന്നെ കൊണ്ടുവരാൻ സാധിച്ചു. ഈവൻ ലാസ്റ്റ് 1978 ഇറങ്ങിയ സൂപ്പർമാനിലെ ലെക്സ് ലൂതർ ക്യാരക്ടറൊക്കെ നമുക്ക് അത് ചെയ്തിട്ടുള്ള ആക്ടറിന്റെ ഒക്കെ പെർഫോമൻസ് പീക്ക് ലെവലാണെന്ന്. ആൻഡ് അതിനുശേഷം അത്യാവശ്യം നല്ല പോലെ തന്നെ പെർഫോം ചെയ്തിട്ടുള്ള ഒരു റോൾ അല്ലെങ്കിൽ നല്ലൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പടത്തിന്റെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയത് ഒറിജിൻ സ്റ്റോറിയിലേക്ക് അധികം അങ്ങോട്ട് കടന്ന് പറയാൻ നിന്നില്ല. അതായത് നമുക്ക് ഒരുപാട് തവണ നമ്മൾ കണ്ടു മറന്നിട്ടുള്ളതാണ് എന്താണ് സൂപ്പർമാന്റെ ഒറിജിൻ സ്റ്റോറി എന്നുള്ളത്. ആൻഡ് അതിലേക്ക് ഒരുപാട് തുടക്കം തൊട്ട് പറഞ്ഞു പോവാതെ ജസ്റ്റ് കുറെ സെന്റൻസുകളിലും അല്ലെങ്കിൽ കുറെ വേർഡ് ബൈ വേർഡ് പറഞ്ഞിട്ടും പിന്നീട് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീനിലേക്കാണ്. അതായത് ഒരു ഫൈറ്റില് തോൽക്കുന്ന സൂപ്പർമാനിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ ആസ് എ ഹ്യൂമൻ നമ്മൾ ഡേ ബൈ ഡേ കടന്നു പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ചില ഡിസിഷൻസ്, ഈ ഒരു തീരുമാനം നല്ലതാണോ പൊട്ടയാണോ എന്ന് നമുക്ക് അറിയില്ല. അതിന്റെ ഔട്ട്കം വന്നു കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ. അതിന്റെ കോൺസിക്വൻസസ് ആയാലും ശരി, ഈ എടുത്ത തീരുമാനം ശരിയായോ തെറ്റായോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഗിൽറ്റ് തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് അത് അങ്ങനെയുള്ള ചില അവസ്ഥകളിലൊക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാക്ടർ ഉണ്ടാവും, ഹോപ്പ്. ആൻഡ് ആ ഹോപ്പ് എന്ന് പറയുന്ന ഒരു സിമ്പലിനെ എങ്ങനെ ഇവിടെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു അല്ലെങ്കിൽ അത് ഏതൊക്കെ സീക്വൻസിൽ അവർ കൊണ്ടുവന്ന് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് കറക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലാർക്കന്റും മറ്റേ അച്ഛനും തമ്മിലുള്ള ഒരു ഡയലോഗ് സീനുണ്ട്, ഒരു സീനുണ്ട് ഇതിൽ അവർ തമ്മിലുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അത് കിടിലനായിരുന്നു, നല്ല രീതിയിൽ തന്നെ ഫീലായി മാറി ആ ഒരു സീനുകളൊക്കെ. ആൻഡ് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റിസ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീൻ ലാൻഡേൺ കോപ്സിനെ ഒക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് അത്യാവശ്യം എല്ലാവർക്കും അവരവരുടെ റോളുകൾ നല്ല പോലെ തന്നെ ഫില്ല് ചെയ്ത് പോകേണ്ട. അതിന് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ഡോഗും അതുപോലെ മിസ്റ്റർ ടെറിഫിക് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല നല്ല സീക്വൻസുകൾ കൊടുത്തു. അല്ലെങ്കിൽ അവർക്ക് എവിടെയും ഒരു ഗ്യാപ്പിട്ട് ആർക്കും ഒരു റോൾ അല്ലെങ്കിൽ ഓക്കെ വന്നു പോകുന്ന ടൈപ്പ് റോൾ ആയിരുന്നില്ല. എല്ലാവർക്കും അവരവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ സിനിമയിലുണ്ട്. കറക്റ്റ് ഡ്യൂറേഷൻ തന്നെയാണ് പടത്തിന് പിടിച്ചിട്ടുള്ളത്. ആൻഡ് ഓവറോൾ നല്ലൊരു തിയേറ്ററിൽ തന്നെ നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഈവൻ ഐമാക്സിലൊക്കെ പോകുമ്പോഴായിരിക്കും ആ ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് കിട്ടുക. സാധാരണ തിയേറ്ററുകളിലേക്ക് പോകുകയാണെങ്കിൽ സൈഡിൽ ആ ഒരു ബാർ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ബട്ട് അതൊന്നും സിനിമയുടെ ഒരു ആസ്വാദനത്തെ ബാധിച്ചിരുന്നില്ല. ഓവറോൾ നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ്. ഇനിയുള്ള ഫ്യൂച്ചർ മൂവീസിലായാലും ശരി, ഇതിൽ എന്തെങ്കിലും അവർക്ക് പറ്റിയ മിസ്റ്റേക്കുകളെല്ലാം തന്നെ അവർക്ക് റെക്ടിഫൈ ചെയ്ത് കൂടുതൽ നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റട്ടെ. നല്ലൊരു പടം തന്നെയായിരുന്നു. 3Dയും അത്യാവശ്യം കൊള്ളായിരുന്നു. എന്തായാലും ഓവറോൾ എന്നെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു മൂവി എക്സ്പീരിയൻസ് തന്ന പടം തന്നെയാണ് സൂപ്പർമാൻ. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാം.